ഞങ്ങൾ കണ്ട ലീഗ് തന്നെയാണ്. ഞങ്ങൾ ഫാമേഴ്സ് ലീഗാണ്. വെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിൻ്റ് അടിച്ചാലും BMW ആകില്ല എന്നൊക്കെ ആയിരുന്നു കുറച്ച് മുന്നേ വരെ ചർച്ചകൾ. അതായത് PSG ഫൈനലിലെത്തുന്നത് മുന്നേ വരെയുള്ള ചർച്ചകൾ. അല്ലെങ്കിൽ ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള സഖ്യം PSG ഒരുമിച്ച് കളിച്ചിരുന്ന സമയത്ത് പറയുന്നതിൽ സത്യമുണ്ട് മീൻസ് നമുക്കിങ്ങനെ കരുതാം. നെയ്മർ, എംബാപ്പെ, മെസ്സി, അഷ്റഫ് ഹക്കിമി, ഡോണറുമ്മ, അങ്ങനെ എത്ര റാമോസ്, അങ്ങനെ ഏറ്റവും മികച്ച താരങ്ങൾ ആ ഒരു ക്ലബിലേക്കാണ് ഒഴുകിയ സമയമാണ് PSG അന്ന്. എന്നിട്ടെന്തായി? ചാമ്പ്യൻസ് ലീഗ് എന്തെങ്കിലും നേടാൻ അവരെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഇപ്പോൾ ഇതാ എൻ്റെയൊക്കെ പറഞ്ഞേക്കാണ് ഞങ്ങളെ ഫാമേഴ്സ് ലീഗാണ് എന്നാണല്ലോ വിളിച്ചിരുന്നത്. അതെ, ഞങ്ങൾ ഫാമേഴ്സ് ലീഗാണ്. പക്ഷേ ഞങ്ങൾ 4 പ്രീമിയർ ലീഗ് ടീമുകളെ എടുത്ത് പുറത്തിട്ടു. ലിവർപൂൾ, സിറ്റി, ആഴ്സണൽ, ആസ്റ്റൺ വില്ല. റയലിനെ ഹോമിലും എവയിലും പോയി കണ്ട് പഞ്ഞിക്കെട്ട ആഴ്സണലിനെ അവർ പുറത്തിട്ട് കണ്ട് അവർ ഫൈനലിലെത്തി. ഇതിനും വലിയ ക്വാളിറ്റി ഇനി എന്ത് കാണിക്കാനാണ് അവർ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ? ഫൈനലിങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ജയിക്കാൻ കഴിയും ഇന്ററിനെതിരെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബാഴ്സയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു 50-50 ചാൻസ് കാണാമായിരുന്നു. കാരണം ബാഴ്സ തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കളിയിൽ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത തോൽവിയാണ് അവർ തോറ്റത്. നല്ല ശ്രമങ്ങൾ നടത്തിയതാണ്. എങ്കിലും ഇന്ററിൻ്റെ ഭാഗ്യവും അവരുടെ പെർഫോമൻസൊക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർ ജയിച്ചു. ഏതായാലും PSG ഇനി ഒരു ഗെയിം കൂടി ജയിച്ചാൽ അവർക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഇടത്തിൽ മുത്തമിടാൻ കഴിയും. അതിൽ നെയ്മർ ഇല്ല, എംബാപ്പെ ഇല്ല, മെസ്സി ഇല്ല, അങ്ങനെ ലോകോത്തര താരങ്ങളൊന്നുമില്ല. അവിടെയുള്ളത് ഉസ്മാൻ ഡെംബാലയാണ്. അദ്ദേഹം വാലണ്ടിയർ അർഹിക്കുന്ന താരമാണ് ഇപ്പോൾ. എങ്കിലും സ്റ്റാർ വാല്യൂവിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ആളുകളെ ഒന്നും അത്രയില്ല. എങ്കിലും അവർ ചാമ്പ്യൻസ് ലീഗ് നേടും. കണ്ട ലീഗാണ് അവർ, പക്ഷേ അവർ ചാമ്പ്യൻസ് ലീഗ് നേടും.